നമുക്കെല്ലാവർക്കും ഏറ്റവും അധികം പരിചയമുള്ള ഒരു ഫിലിം മേക്കിംഗ് ടൂൾ. എന്നാൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇപ്പോഴും ഒരുപാട് പേർക്ക് സംശയമുള്ളൊരു ടൂളാണിത്. ഫിലിം മേക്കിങ്ങിൻ്റെ ഐക്കണായി പോലും ഇതിനെ പലരും ഉപയോഗിക്കാറുണ്ട്. ക്ലാപ്പർ ബോർഡ്, സിംപ്ലി പറഞ്ഞാൽ ക്ലാപ്പ് ബോർഡ്, സ്ലേറ്റ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല ഇതിനെ സ്ലേറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചോക്ക് കൊണ്ട് എഴുതുന്ന ഒരു സ്ലേറ്റ് ആയിരുന്നു അന്നത്തെ കാലഘട്ടങ്ങളിൽ ഇതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നും വിത്തൗട്ട് ദ ക്ലാപ്പർ ഇറ്റ്സ് ജസ്റ്റ് എ സ്ലേറ്റ്. പ്രധാനമായും ഒരു ക്ലാപ്പർ ബോർഡിന് 2 ഉപയോഗങ്ങളാണുള്ളത്. ഒന്ന് ഫോർ സിംഗിങ് ദ സൗണ്ട് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഫോർ ഇൻഫർമേഷൻ. ഒരു റിയൽ ഫിലിം ലൊക്കേഷനിൽ സൗണ്ട് എപ്പോഴും റെക്കോർഡ് ചെയ്യുന്നത് ഒരു ഡെഡിക്കേറ്റഡ് സൗണ്ട് റെക്കോർഡർ ഉപയോഗിച്ചാണ്. അത്തരത്തിൽ റെക്കോർഡ് ചെയ്ത സൗണ്ടിനെ വിഷ്വൽസുമായിട്ട് സിങ്ക് ചെയ്യാനായിട്ട് ഒരു എഡിറ്ററെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണിത്. ഇത്തരത്തിൽ ക്ലാപ്പ് ചെയ്യുമ്പോൾ എവിഡൻ്റ് ആയിട്ടൊരു സൗണ്ട് വേവ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത സൗണ്ട് വേവിനെ ക്ലാപ്പ് ചെയ്ത വിഷ്വൽസുമായിട്ട് ചേർത്ത് വെച്ചാണ് ആദ്യകാലങ്ങളിൽ എഡിറ്റർ വിഷ്വൽസ് സിങ്ക് ചെയ്തിരുന്നത്. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ക്യാമറകൾക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത സൗണ്ടും ഡെഡിക്കേറ്റഡ് ഡിവൈസ് വഴി റെക്കോർഡ് ചെയ്ത സൗണ്ടും തമ്മിൽ വിഷ്വൽസുമായി മാച്ച് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ഇന്ന് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റലി ടൈം കോഡ് ഡിസ്പ്ലേ ചെയ്യാൻ കഴിയുന്ന സ്മാർട്ട് സ്ലേറ്റുകളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപയോഗിച്ചും ഓഡിയോ വിഷ്വൽസ് വളരെയധികം ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് സിങ്ക് ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ മെയിൻ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ എടുക്കാൻ പോകുന്ന സീനിനെ പറ്റിയുള്ള ഇൻഫർമേഷനാണ്. നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സീനിൻ്റെ നമ്പർ, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ക്യാമറാസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാമറ എ, ക്യാമറ ബി, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ ടേക്ക് നമ്പർ. ഇപ്പോൾ ഒരേ സീൻ തന്നെ നമുക്ക് പല ടേക്കുകളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാകാം. ഇപ്പം 6 ടേക്ക്, 7 ടേക്ക്, പല സീനുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് 30 ടേക്ക് വരെയൊക്കെ പോയ ഷോട്ട്സിനെ പറ്റി. അപ്പം ടേക്ക് നമ്പർ, അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഡയറക്ടർ, DOP, ഇപ്പം സിങ് സൗണ്ട് ആണോ ചെയ്തേക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ മാർക്ക് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഒരു എഡിറ്ററെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എഡിറ്റ് ചെയ്യേണ്ട വിഷ്വൽസ് ഓർഗനൈസ് ചെയ്യാൻ ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇത് ഇത്രയധികം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ പല ഫിലിം സെറ്റുകളിലും ക്യാമറ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ക്ലാപ്പർ ബോർഡുകൾ ക്യാമറയ്ക്ക് മുമ്പിലുണ്ടാകണമെന്ന് പല ഡയറക്ടേഴ്സും കമ്പൽ ചെയ്യാറുണ്ട്. ഒരു സീൻ തന്നെ അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ക്യാമറാസ് ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ക്ലാപ്പർ ബോർഡുകളും ആ സീനിൽ യൂസ് ചെയ്തേക്കാം. ഇനി ഇത്തരത്തിലൊരു ക്ലാപ്പർ ബോർഡ് കാണുമ്പോൾ നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണും വരേക്കും ബൈ.